സജീറിനെ വേർപിരിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഷൈമ ജീവനൊടുക്കിയത്. തൊട്ടു പിന്നാലെ തൻ്റെ പ്രിയപ്പെട്ടവളില്ലാത്ത ലോകത്ത് നിന്ന് സജീർ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രധാനപ്പെട്ട വിശേഷണമാണ് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആയിരിക്കും എന്നത്. അത് കഴിഞ്ഞാൽ അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരാൾ അയാളുടെ ജീവിതത്തിൽ ഇഷ്ടക്കാരനായി കടന്നു വരുന്നുള്ളൂ. ഇങ്ങനെയല്ല ഒരാളെങ്കിൽ അയാൾ ഒരു വിശ്വാസി പോലും അല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സർക്കിളിലുള്ള ആളുകളോട് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടതും ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവേണ്ടതും ആരോടാണ് നബി എന്ന ഒരു സഹാബിയുടെ ചോദ്യത്തിന് നബിതങ്ങൾ മറുപടി പറഞ്ഞത് നിന്റെ ഉമ്മയോട് എന്നാണ്. ശേഷം നിന്റെ ഉപ്പയോട് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിൻ്റെ സർക്കിളിൽ നമുക്ക് ആദ്യം വരേണ്ടത് നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്, നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്. അത് കഴിഞ്ഞതിന് ശേഷമേ മറ്റൊരാളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ. വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ അവൾ ഭർത്താവിനോടാണ് കൂടുതൽ ഇഷ്ടം കാണിക്കേണ്ടത് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പോൾ പ്രണയത്തിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? പ്രണയം എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യരിൽ സൃഷ്ടിച്ചു തന്നിട്ടുള്ള, സംവിധാനിച്ചിട്ടുള്ള ഒരു വൈകാരികതയാണ്. ഒരു മെയിലിന് ഫീമെയിലിനോടും ഫീമെയിലിന് മെയിലിനോടും ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കാര്യമാണ്. ഇൻഫാച്വേഷൻ എന്നാണ് നമ്മളതിനെ സൈക്കോളജിയിലൊക്കെ നമ്മൾ വിളിക്കാറുള്ളത്. പക്ഷേ ഈ ഇൻഫാച്വേഷൻ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തേണ്ടത് അതിന് കൃത്യമായ ഒരു ഹലാലായ വഴി പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. രണ്ട് കുടുംബങ്ങളും തമ്മിൽ യോജിച്ച് അവർ നിക്കാഹ് എന്ന ഒരു ഉടമ്പടി കർമ്മം നിർവഹിച്ചതിന് ശേഷമേ അതിന് ഒരു ഹലാലായ രൂപം ഉണ്ടാവുകയുള്ളൂ എന്നും ഇസ്ലാം പറയുന്നു. ഇങ്ങനെ ഉപയോഗിക്കാനാണ് ആ ഒരു വൈകാരികത അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദ്യം, ഇനി ഒരു പെൺകുട്ടിയോട് നമുക്ക് ഇഷ്ടം തോന്നിയാൽ, അല്ലെങ്കിൽ ആൺകുട്ടിയോട് നമുക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് നമുക്കൊരു പരീക്ഷണമാണ്. നമ്മൾ അത് ഹറാമായ മാർഗത്തിൽ ഉപയോഗിക്കുമോ ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് പരീക്ഷണം. അപ്പോൾ ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടം അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ കരിയർ, നമ്മുടെ പാഷൻ, നമ്മുടെ വിദ്യാഭ്യാസം ഇതിൽ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സാമ്പത്തികമായി ഒരു ഓക്കെ ആകുമ്പോൾ, ഒരു വിവാഹ കഴിക്കാൻ മാത്രം നമുക്ക് ഒരു സാമ്പത്തിക സെറ്റപ്പ് വരുമ്പോൾ നമ്മൾ ആ പെൺകുട്ടിയുടെ കുടുംബവുമായി, ഇരു കുടുംബവുമായി അന്വേഷണം നടത്തണം. തമ്മിൽ യോജിക്കുകയാണെങ്കിൽ അത് നിക്കാഹിലേക്ക് എത്തണം. ഈ ഒരു മാർഗം മാത്രമാണ് ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഇതല്ലാത്ത മാർഗങ്ങളെല്ലാം ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ്. ഇനി രണ്ടാലൊരു കുടുംബം നിരസിക്കുകയാണെങ്കിൽ നമ്മൾ നിരുപാധികം അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമുക്കെവിടെയോ എടുത്തു വച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ടെൻഷനിലാവുകയോ ഡിപ്രഷനിലാവുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഒരിക്കലും നമ്മുടെ വാല്യൂ കുറഞ്ഞതുകൊണ്ടോ നമ്മുടെ പോരായ്മ കൊണ്ടോ അല്ല ആ ബന്ധം നിരസിക്കപ്പെട്ടത്. അത് അള്ളാഹു അങ്ങനെ വിധിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ആക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ആ ബന്ധത്തിൻ്റെയോ പിറകെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മളെ സെൽഫ് വാല്യൂ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ മറ്റൊരാളുടെ പിറകിൽ പോയി നമ്മൾ സ്വയം വാല്യൂ കുറഞ്ഞവരാവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 500 രൂപ നോട്ട് ഒരാളുടെ പിറകിൽ പോയി എന്നെ സ്വീകരിക്കൂ എന്ന് പറയുകയാണെങ്കിൽ 500 രൂപക്ക് ഓൾറെഡി ഒരു വാല്യൂ ഉണ്ടെങ്കിലും ഇങ്ങനെ തേടി വന്ന 500 രൂപയെ അയാൾ ഒരു പുച്ഛത്തോടെ നോക്കുകയുള്ളൂ. അതുപോലെയാണ് നമ്മൾ എത്രത്തോളം പ്രണയത്തിന് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും യാചിച്ചു പോകുന്നു, അത്രത്തോളം നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ഐഡന്റിറ്റിക്കും വാല്യൂ കുത്തനെ കുറയും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം.
ഇനി നമുക്ക് വാല്യൂ ഇല്ല, നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ബെറ്റർ വേർഷനെ നമ്മൾ പുറത്തെടുക്കണം. നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം. ഈമാനികമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമ്മുടെ കരിയർ, നമ്മുടെ പാഷൻ, ഇതിലെല്ലാം നമ്മൾ വളർച്ച ഉണ്ടാക്കി, നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കി, നമ്മൾ നമ്മുടെ ബെറ്റർ വേർഷനായിട്ട് മാറണം. അപ്പോൾ നമ്മളെ തേടി ബന്ധങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെ വരുന്ന ബന്ധങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ യാചകന്മാരായി മാറാൻ പാടില്ല. ഇനി പ്രണയിച്ച പെൺകുട്ടിയെ പുറകെ നടന്ന് അവൾ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ആസിഡ് ഒഴിക്കുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. അവരോട് പറയുകയല്ല വേണ്ടത്. അവരെ നീതിമാന്മാരായ ഭരണാധികാരികളും നിയമവും ശക്തമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. തനി ഗുണ്ടായിസമാണ് അവർ ചെയ്യുന്നത്. ഗുണ്ടകളോട് വേദവാക്യം പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല.